പ്രതിപക്ഷ നേതാവിനെ അവർ തീരുമാനിച്ചിട്ടില്ലല്ലോ എന്തായാലും. പക്ഷേ പാർട്ടി ആരെ തീരുമാനിച്ചാലും അതൊരു നിയോഗമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. പാർട്ടി ആരെ തീരുമാനിച്ചാലും അതിൻ്റെ ഒപ്പം നിൽക്കും. തീർച്ചയായും നല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ പ്രതീക്ഷിക്കുന്ന നല്ലൊരു തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. നന്നായിട്ട് കേരളത്തിൽ ഈ 5 വർഷം കൊണ്ട് നന്നായിട്ട് ജോലി ചെയ്ത ഒരു സാറുണ്ട്. നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് KPCC ഓഫീസിൻ്റെ മുറ്റത്താണ്. ഒരുപാട് പേര് ആകാംക്ഷയോടുകൂടി ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നറിയാനായിട്ട്. അപ്പം KPCC ആസ്ഥാനത്തേക്ക് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് ഇപ്പം നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ പുതിയ മുഖ്യമന്ത്രിയിലേക്കാണ്. 11ാമത്തെ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കും? നമുക്കിപ്പം പ്രതിപക്ഷ നേതാവിനെ അവർ തീരുമാനിച്ചിട്ടില്ലല്ലോ എന്തായാലും. അപ്പോൾ നമുക്ക് അത്യുജ്വലമായിട്ടൊരു വിജയമാണ് കോൺഗ്രസ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. അപ്പം വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ ഈ ഒരു 5 വർഷം, ഇനിയുള്ള 5 വർഷക്കാലം നമ്മുടെ ടീം UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ലൊരു ചീഫ് മിനിസ്റ്ററിനെ AICC ഇപ്പം നിർദ്ദേശിക്കുന്നതായിരിക്കും. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മനസ്സുകൊണ്ട് കോൺഗ്രസിന്റെ മുഖമായി നിൽക്കാനായിട്ട് AICC ഒരാളെ തീരുമാനിക്കുമല്ലോ, അവരെ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും താല്പര്യം. അതെ, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സംവിധാനത്തിലുള്ള കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയൊക്കെ ഭരിച്ചതുപോലെ അവരുടെ എല്ലാം ഗുണങ്ങളുള്ള ദേശീയ അവബോധമുള്ള നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ കേരള ജനതയെ ജാതിമത വ്യത്യസ്തങ്ങളായ സമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കഴിവും പ്രാപ്തിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം 10 വർഷത്തെ ഇടത് ഭരണത്തിൽ ഒരുപാട് ദുരിതം അനുഭവിച്ചതാണ് ജനജീവിതങ്ങളെല്ലാം. അപ്പം അതിനനുസരിച്ചിട്ട് ഇപ്പം സാമ്പത്തികമായിരുന്നാലും ആ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കാനും ബാക്കി എല്ലാത്തിനും ഉള്ള ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകൾ കൊണ്ടുവരാനും അതിനുള്ള കഴിവും തൻ്റെ ഇടമുള്ള ഒരാൾ വരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ഒരു അഭിപ്രായമില്ല. പാർട്ടിക്കൊരു അജണ്ടയുണ്ട്, പാർട്ടിക്കൊരു തീരുമാനമുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അതിനനുസരിച്ച് തീരുമാനിക്കാനുള്ള എല്ലാ ആർജവുമുള്ള പാർട്ടി തന്നെയാണ്. എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളും, എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കില്ല. ഈ 3-ൽ ആരാ എന്നുള്ള എല്ലാവർക്കും ഓരോ ആകാംക്ഷയുണ്ട്. പിന്നെ എനിക്ക് 3 പേരിൽ രമേശ് വരണമെന്നുള്ള എൻ്റെ ആവശ്യം. പിന്നെ എങ്ങനെ ആവുമെന്ന് അറിയില്ല. അങ്ങനെ ഒന്നുമില്ല. കാരണം എന്തോ എനിക്ക് പുള്ളിയോടെ ഒരു ബഹുമാനവും കാര്യങ്ങളും ഇതുള്ള. പിന്നെ സതീശൻ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയോടും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അടുത്ത കാലത്തല്ല സതീശൻ കയറി വന്നത്. പുള്ളിയൊരു ഓപ്പോസിഷൻ ലീഡർ അല്ലാതെ പിന്നെ അവരൊരു മിനിസ്റ്റർ ആയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പം രമേശിന് കൊടുക്കുന്ന എന്നുള്ള എൻ്റെ അഭിപ്രായം. പിന്നെ പൊതു അഭിപ്രായം നോക്കണ്ട, ഇവിടെ ഒരാളുടെ മാത്രം അഭിപ്രായം നോക്കിയാൽ പോരല്ലോ. ഞാനൊരു കേസിലാകാതിരിക്കാൻ നല്ലത്. കാരണം ഇവർ രണ്ടുപേരും നിൽക്കുമ്പം ഇടയ്ക്ക് ഒരു 3ാമത് ഒരാൾ വരുന്ന ഇപ്പൊ ഒരു ഉദാഹരണം പറയല്ലേ, 2 ആടുകളെ മിക്കുത്തുമ്പോ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 3 പേര് ഇപ്പൊ 6 വേണം എന്നുള്ളത്. അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് രമേശ് വരണം എന്നുള്ള രമേശിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആരും പിന്നത്തെ ഉള്ളത്തെ കാര്യം ദൈവം തീരും വിധി എന്നല്ലേ പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇന്ന് രാത്രിയോടുകൂടി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പിന്നെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റിന്റെ വസതിയിൽ ഇപ്പോൾ ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവ് പോയിരിക്കുകയാണ്. ഇന്ന് രാത്രി കൊണ്ട് അല്ലെങ്കിൽ നാളെ കൊണ്ട് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ പ്രതീക്ഷിക്കുന്ന നല്ലൊരു തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇതൊരു വലിയ ഒരു പാർട്ടിയല്ലേ, അപ്പം അതിൻ്റേതായ ഒരു കാലതാമസം എടുക്കും. 10 ദിവസം എടുത്തു. 1 ദിവസമോ 2 ദിവസമോ കൂടുതലായിപ്പോയാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. 30 ദിവസത്തോളം എടുത്ത് ഇവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സമയങ്ങളുണ്ട് നേരത്തെ പഴയ കാലഘട്ടങ്ങളിൽ. അനൗൺസ്മെന്റ് നാളെ ഉള്ളൂ എന്നാണ് അറിയുന്നത്. ഡൽഹിയിൽ നിന്ന് കിട്ടിയ വിവരം. എന്താ ഞാനത് പറയുന്നത് ശരിയല്ല. പിന്നെ കുട്ടികൾ ആൾക്കാർക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ട്. VD സതീശൻ സാറായെങ്കിൽ നല്ലതാണ്. പിന്നെ ഇപ്പോൾ വേറെ ആരും ആയിട്ട് കാര്യമില്ല. ഇവരെ ഇപ്പോൾ യൂത്തിൻ്റെ കൂടെയാണ് ഇവർ പോകുന്നുള്ള. അപ്പോൾ കുറേ പ്രതീക്ഷകൾ നമുക്കുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും. ഇന്ന് വൈകുന്നേരം കൂടി ഇത്ര വെയിറ്റിങ്ങിന് ഒരു നല്ലൊരു റിസൾട്ടാണ് വരുന്നത്. മുഖ്യമന്ത്രി എന്തായാലും കിട്ടുമല്ലോ. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. ഹൈക്കമാൻഡ് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് ഒരു 1-2 മണിക്കൂറിനകത്ത് വരും. ഇന്ന് തന്നെ വരും, ഉറപ്പാണ്. പക്ഷേ പാർട്ടി ആരെ തീരുമാനിച്ചാലും അതൊരു നിയോഗമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. പാർട്ടി ആരെ തീരുമാനിച്ചാലും അതിൻ്റെ ഒപ്പം നിൽക്കുക. ഒരു പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം അതാണ് വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള നേതാക്കളുണ്ട്, പക്ഷെ പാർട്ടി ആര് തീരുമാനിച്ചാലും അതിൻ്റെ ഒപ്പം നിൽക്കും. വെച്ചാൽ നമ്മളുടെ ഇടത് ഗവൺമെൻറ്റിൻ അവരുടെ വീഴ്ചകളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ കേരളത്തിന് പടുത്ത് ഉയർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു മുഖ്യനെ നമുക്ക് കിട്ടട്ടെ. എല്ലാവരും നമ്മളുടെ നേതാക്കൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശുഭപ്രതീക്ഷയിലാണ്. കിട്ടുമെന്നാണ് ശുഭപ്രതീക്ഷയോടുകൂടി നമ്മളിവിടെ എത്തിയത്. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും അറിയാൻ പറ്റും. അതെന്തായാലും ഹൈക്കമാൻഡല്ലേ തീരുമാനിക്കുന്നത്. ധീരതയോടെ നയിക്കാൻ ഒരു മുഖ്യമന്ത്രി, അതാണ് കേരളം കാത്തിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നല്ല രീതിയിലൊരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നല്ലാണ്ട് വീഡിയോ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്, അത് കാണാനാണ് നമ്മളിവിടെ വന്നതും. ഇതും നമ്മുടെ നമ്മളെല്ലാം വീഡിയോയ്ക്ക് വേണ്ടി തന്നെയാണ് വോട്ട് ചെയ്തതും. ഇനി പുള്ളി വരണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അല്ലാതെ വേറെ കെട്ടിയിറക്കുന്ന ആൾക്കാരെയൊന്നും നമുക്കിതിൽ ആവശ്യമില്ല. ഇല്ല, കേരളം വീഡിയോയുടെ കൂടെയാണോ പടം നയിച്ച ആൾ വേണം. വിഷമിക്കേണ്ട കാര്യമില്ല. 10 ദിവസമല്ലേ ആയുള്ളൂ. നേരത്തെ 18, കഴിഞ്ഞ പ്രാവശ്യം LDF 18 ദിവസം എടുത്തില്ല. കഴിഞ്ഞ LDF വന്ന സമയത്ത് 18 ദിവസം എടുത്തു പിണറായി വിജയനെ പ്രഖ്യാപിക്കാൻ. ഇതിപ്പോൾ 10 ദിവസമല്ലേ ആയുള്ളൂ. ഇന്നോ നാളെയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യതയുണ്ടാകണം. ആ തീരുമാനം അന്തിമമായിരിക്കണം. അതുകൊണ്ടാണ് വൈകുന്നത്. തീർച്ചയായും എത്രയും വേഗം ഉണ്ടാകണമെന്നാണ് നമുക്കെല്ലാം ആഗ്രഹം. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ വൈകിപ്പോയി എന്നൊരു ചിന്തയൊന്നുമില്ല. അങ്ങനെയല്ല, കോൺഗ്രസ് നേതാവാകണമെന്നുള്ള ചിന്തയുണ്ട്. കോൺഗ്രസ് ആണല്ലോ UDF അനുകൂലമാണല്ലോ ജനവിധിക്ക് അനുകൂലമായ ഒരു ടീം UDF തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അല്ല, ആരായാലും 3 പേരും മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ളവരാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കും. ഏറ്റെടുക്കും. ഒരു പ്രശ്നം ഉണ്ടാകും. അല്ല, അത് ഒരു ഹൈക്കമാൻഡ് ഒരു പ്രൊസീജിയർ നീണ്ട് 3 പേരും യോഗ്യരാണ്. അതിൻ്റെതായ അത് 3 പേരിൽ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു താമസമാണ് ഉണ്ടായത്. ആരെ പ്രഖ്യാപിച്ചാലും നല്ല ഒന്ന് പ്രഖ്യാപിക്കണം, അത്രേ ഉള്ളൂ. സന്തോഷപൂർവ്വം സ്വീകരിക്കും, ഉറപ്പാണ്. ഇല്ല, അങ്ങനെയില്ല. ആരായാലും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയായി വരും. നന്നായിട്ട് കേരളത്തിൽ ഈ 5 വർഷം കൊണ്ട് നന്നായിട്ട് ജോലി ചെയ്ത ഒരു സാറുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ട് ജോലി ചെയ്ത ഒരാളുണ്ട്. ആ സാറ് തന്നെ. അതെ 100% ഇന്നുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് 100% അറിഞ്ഞു. പിന്നെ ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ നിൽക്കുകയാണ്, പ്രതീക്ഷിച്ച് വളരെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്.